ഇന്ന് നമുക്ക് ഹലോ മമ്മി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? ഒരു വ്യക്തിയെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരം അമ്മ എന്നാണ്. അതുപോലെ മരിച്ചു കഴിഞ്ഞിട്ടും തന്റെ മകളെ വിട്ടുപിരിയാതെ കൂടെ നിൽക്കുന്ന ഒരമ്മയുടെ ആത്മാവ് 22 വർഷമായി കൂടെയുണ്ട്. അമ്മയ്ക്കും മകൾക്കും ഇടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരും. പക്ഷേ ആ ഒരാളിനെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. അതിനെ തുടർന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ബാറാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ നായകനായ ബോണിയും കൂട്ടുകാരനായ ബിജുവും ഉണ്ട്. അവിടെ വെച്ച് ഒരു ഗുണ്ടയുമായി ചെറിയൊരു പ്രശ്നമുണ്ടാകുന്നു. ഇവർ രണ്ടാളും പരസ്പരം തല്ലി മത്സരിക്കുകയാണ്. എന്നാൽ മത്സരത്തിൽ തോൽക്കുമെന്നായപ്പോൾ ബോണിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയർ ബോട്ടിലെടുത്ത് അയാളുടെ തലയങ്ങ് അടിച്ചു പൊട്ടിച്ചു. ആകെ പ്രശ്നം. അങ്ങനെ അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. എന്നാൽ അടുത്ത ദിവസം തന്നെ ബോണിയുടെ അച്ഛനായ ഫിലിപ്പിനെ കാണാനായിട്ട് ബാറിൽ നിന്നും ആളുകൾ എത്തുകയാണ്. ബോണി കാരണം അവർക്ക് 10 ലക്ഷം രൂപ നഷ്ടമുണ്ടായി. നഷ്ടപരിഹാരം തരണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ അച്ഛനാണെങ്കിൽ വല്ലാത്ത ദേഷ്യമാണ്. ബോണി കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം കണ്ടെത്തുന്നത് ഈ അച്ഛനായിരുന്നു. ആ കാര്യമെല്ലാം അറിഞ്ഞ അമ്മയായ മേഴ്സിയാണെങ്കിൽ തന്റെ സഹോദരനായ സാമുവലിനോട് ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ആകെ പ്രശ്നമാണ്, ഇവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചാൽ എല്ലാം മാറുമെന്ന് പറയും. അന്നേ ദിവസം തന്നെ വീട്ടിലേക്ക് ആഹാരം കഴിക്കാനായി എത്തിയ ബോണിയുടെ അളിയനായ ഡേവിഡിനോട് മെഴ്സിയും ഫിലിപ്പും പറയും, ബോണിയെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണം. നീ ഒരു മാട്രിമോണിയൽ സൈറ്റൊക്കെ നടത്തുകയല്ലേ, അവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കുവാനായും അച്ഛൻ പറയും. അത് കേട്ട ഡേവിസ് ആണെങ്കിൽ നേരെ ബോണിയെ കാണുവാനായും എത്തി. ഈ ബോണിയാണെങ്കിൽ ഒരു പെറ്റ് ഷോപ്പ് ഒക്കെ നടത്തുകയാണ്. എന്നിട്ട് ബോണിയോട് നീ ഒരു പെണ്ണ് കെട്ടുന്നതാ നല്ലത്, ഇല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ എന്നെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്നാൽ അത് കേൾക്കുന്ന ബോണിക്കാണെങ്കിൽ വിവാഹം കഴിക്കുവാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അടുത്ത ദിവസം തന്നെ ഡേവിസ് ആണെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചതിന് ശേഷം ബോണിയെ വിളിച്ചിട്ട് ഞാനൊരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട്, നീ പോയി അവളെ ഒന്ന് കാണ്, അവൾക്ക് ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെടണമെന്നുമില്ല, നീ ഒന്ന് ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് പോയി കാണ്. പിന്നെ ഒരു കാര്യം, അവളും അച്ഛനും ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആയതേയുള്ളൂ, നീ ഒന്ന് പോയി കണ്ടു നോക്കാനായും പറഞ്ഞു. അങ്ങനെ അവർ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കാണുവാനായും തീരുമാനിച്ചു. ബോണിയാണെങ്കിൽ പെണ്ണിനെ കാണുവാനായിട്ട് റെഡിയായി വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ നായികയെ സ്റ്റെഫി കടന്നു വരും. സ്റ്റെഫിയെ കണ്ടതും ആദ്യ കാഴ്ചയിൽ തന്നെ ബോണിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ച ബോണിയുടെ തീരുമാനമൊക്കെ അതോടെ മാറുകയാണ്. സ്റ്റെഫിയെ എങ്ങനെയും വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ബോണിയുടെ മനസ്സിലുണ്ടായി. അതിനു വേണ്ടിയിട്ട് അവളെ ഇംപ്രസ് ചെയ്യുവാനായിട്ട് ബോണി സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ബോണിയുടെ സംസാരവും പ്രവൃത്തിയും ജെനുവിനിറ്റിയും ഒക്കെ സ്റ്റെഫിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നാലും സ്റ്റെഫി പറയും, നമുക്ക് കുറച്ചുനാള് ഒന്ന് ഡേറ്റ് ചെയ്യാം, അതിനുശേഷം വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാമെന്ന് പറയും. അവിടെ നിന്ന് നേരെ ബോണി എത്തിയത് തന്റെ അളിയന്റെ അടുത്തേക്കായിരുന്നു. ഡേവിസ് അപ്പോൾ ഒരു കല്യാണം കൊടുക്കുകയായിരുന്നു. ഡേവിസിനോട് പറയും, എനിക്ക് ആ പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായി, എനിക്ക് അവളെ ഉടനെ തന്നെ വിവാഹം കഴിക്കണം. എന്നാൽ അത് കേട്ട ഡേവിസ് പറയും, അതിന് അവർക്കൊരു ഡിമാൻഡ് ഉണ്ട്, എന്തെന്നാൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അവരുടെ വീട്ടിൽ പോയി തന്നെ നിൽക്കണം, അതാണ് അവരുടെ ഡിമാൻഡ്. പക്ഷെ അതിന് നമ്മുടെ ബോണിയും ഓക്കെ ആയിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ബോസ് എന്ന് പറയുന്ന ഒരാളിനെ കാണിക്കും. ഈ ബോസ് എന്തൊക്കെയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അതെന്തെന്ന് നമുക്ക് വഴിയെ മനസ്സിലാകും. എന്നാൽ മറ്റൊരു വശത്ത് ബോണിയുടെ അളിയനായിട്ടുള്ള ഡേവിസും സഹോദരിയും കൂടി അച്ഛനോടും അമ്മയോടും ബോണിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി, അവളുമായിട്ടുള്ള വിവാഹം നമുക്ക് നോക്കിയാലോ എന്ന് പറയും. എന്നിട്ട് പറയും, പക്ഷേ പെണ്ണു വീട്ടുകാർക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്, വിവാഹശേഷം ബോണി അവരുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന്. പക്ഷെ അത് കേട്ടതും ഫിലിപ്പിന് ഒരുപാട് ദേഷ്യം വന്നു. അതൊന്നും പറ്റത്തില്ല, അവനോട് പറ ആ ഒരു ബന്ധം നടക്കത്തില്ല, അവളെ മറന്നു കളയാൻ. എന്നാൽ അതിനിടയിൽ തന്നെ ബോണിയും സ്റ്റെഫിയും ഫോൺ വിളിക്കുകയും അവർ പരസ്പരം കാണുകയും ഒക്കെ ചെയ്ത് അവർക്കിടയിൽ പ്രണയവും ഉണ്ടായിരുന്നു. പക്ഷേ ബോണിയോട് അവളുടെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞ കാര്യം അച്ഛനും അമ്മയും അറിഞ്ഞല്ലോ. ആ കാര്യത്തിന് അച്ഛൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ആ വിവാഹം വേണ്ടെന്ന് തന്നെ വെക്കുവാനായിട്ടും അച്ഛൻ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അതെല്ലാം അറിഞ്ഞ ബോണിയാണെങ്കിൽ അക്കാര്യം സ്റ്റെഫിയോട് പറഞ്ഞു. അങ്ങനെ സ്റ്റെഫി ആണെങ്കിൽ കുറച്ചു നാളായിട്ട് ബോണിയെ കോണ്ടാക്ട് ചെയ്യില്ല. അവൻ കോള് ചെയ്താലും അവൾ എടുക്കത്തുമില്ല. ബോണിക്കാണെങ്കിൽ ആകെ സങ്കടം. ബോണിയുടെ അവസ്ഥ മനസ്സിലാക്കിയ അമ്മ മേഴ്സിയാണെങ്കിൽ ഫിലിപ്പിനോട് സംസാരിച്ച് അവരുടെ വിവാഹത്തിന് സമ്മതിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ അവളുടെ കോളിനായിട്ട് ബോണി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ സ്റ്റെഫിയുടെ ഭാഗത്തു നിന്നും അവനൊരു കോളോ മെസ്സേജോ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. അവനൊരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. ഒരിക്കലും എന്നാലും സ്റ്റെഫിയുടെ ഭാഗത്തു നിന്നും അവനൊരു കോളോ മെസ്സേജോ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. അവനൊരു ഭ്രാന്തമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇനി ഒരിക്കലും സ്റ്റെഫിയുമായി താൻ ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് കരുതിയിരിക്കുന്ന സമയം തന്നെയായിരുന്നു സ്റ്റെഫിയുടെ ഒരു മെസ്സേജ് അവന് വരുന്നതും. നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്നായിരുന്നു ആ മെസ്സേജിൽ. ഡേവിസിനോട് പറഞ്ഞിട്ട് അവൻ സ്റ്റെഫിയെ കാണുവാനായി പോയി. അവർ രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യും.
അപ്പോൾ സ്റ്റെഫി ആണെങ്കിൽ തന്നെ കുറിച്ചും തന്റെ അച്ഛനെ കുറിച്ചും ഒക്കെ പറയും. എന്റെ അച്ഛന്റെ പേര് ഫ്രാൻസിസ്. പുള്ളി ഒരു കണക്ക് മാഷായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യവും അടുക്കും ചിട്ടയോട് കൂടിയാണ് ചെയ്യുന്നത്. അത് കേട്ട ബോണിയാണെങ്കിൽ അച്ഛന്റെ കാര്യമല്ലേ, അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്കതെല്ലാം ഓക്കെയാണെന്നും ബോണി പറയും. എന്നിട്ട് സ്റ്റെഫി പറയും, ഞങ്ങൾ ഷിംലയിലാണ് താമസിച്ചിരുന്ന കാര്യം ബോണിക്ക് അറിയാമല്ലോ. ഞാൻ ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. 22 വർഷം മുമ്പ് അമ്മ മരണപ്പെട്ടു പോയി. അന്നു മുതൽ അമ്മയുടെ ആത്മാവ് എന്നോടൊപ്പമുണ്ട്. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ടെന്ന് പറയും. ഒരു നിമിഷത്തേക്ക് അവൾ പറയുന്നത് കേട്ട് ബോണി ഒന്ന് ഷോക്കായി പോകും. ബോണി നേരെ ഡേവിസിനടുത്തെത്തിയിട്ട് അക്കാര്യം പറയും. അത് കേട്ട ഡേവിസ് ആണെങ്കിൽ, എടാ മണ്ട, അവള് നിന്നെ പരീക്ഷിക്കുവാനായിട്ട് നോക്കുകയാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തെ നീ അവളെ വിട്ടിട്ട് പോകുമോ എന്നറിയാനായിട്ട് അവളൊന്ന് ഇട്ട് നോക്കുന്നതാ. നീ ഒന്നും നോക്കണ്ട, നീ ഈ വിവാഹത്തിന് ഓക്കെ പറയുവാനായിട്ടും ഡേവിസ് പറയുന്നു. അത് കേട്ട് ബോണിയും തലയാട്ടും. എന്നിട്ട് ഡേവിസ് പറയും, നീയേ അവളെ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൾ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ആടാ അതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ബോണിയാണെങ്കിൽ എന്തുണ്ടായാലും തനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന കാര്യം സ്റ്റെഫിയോട് പറയുന്നു. സ്റ്റെഫിക്കും സന്തോഷമായി. സ്റ്റെഫി അക്കാര്യം തന്റെ അച്ഛനായ ഫ്രാൻസിസിനോട് പറയും. നീ മമ്മിയെക്കുറിച്ച് അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നോ? അത് കേട്ട സ്റ്റെഫി ആണെങ്കിൽ പറഞ്ഞു. പക്ഷേ അതെല്ലാം ബോണിക്ക് ഓക്കെയാണെന്നും സ്റ്റെഫി പറയും. എന്നാൽ അതേ സമയം തന്നെ അവരുടെ വീട്ടിലായിട്ട് ഉറക്കെ കാറ്റടിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ സ്റ്റെഫിയുടെ മമ്മിയുടെ ആത്മാവായിരുന്നു. സ്റ്റെഫിയും ബോണിയും തമ്മിലുള്ള വിവാഹത്തിന് മമ്മിക്ക് ഒട്ടും താല്പര്യമേ ഇല്ല. അതിന്റെ സൂചനയാണ് അവിടെ അത്രയും കാറ്റടിച്ച് കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും. ബോണിയുടെ വീട്ടില് ബോണിയുടെ അച്ഛനും അമ്മയും വീട്ടുകാരും എല്ലാം ഇപ്പോൾ കല്യാണത്തിന് ഓക്കെ ആയിട്ടുണ്ടല്ലോ. അവർ സ്റ്റെഫിയെ പെണ്ണ് കാണുവാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ എല്ലാവരും സംസാരിച്ച് കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ചു. ബോണിയും സ്റ്റെഫിയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് സ്റ്റെഫി പറയും, ഒരിക്കലും ബോണി എന്റെ മമ്മിയുടെ കാര്യം അംഗീകരിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. അതിനൊരുപാട് നന്ദിയെന്നും അവൾ പറയുന്നു. സ്റ്റെഫി പറഞ്ഞതെല്ലാം കേട്ട് ബോണിയാണെങ്കിൽ മനസ്സിൽ ചിരിക്കും. ഇവൾ ഇപ്പോഴും കരുതിയിരിക്കുന്നതേ ഇവളുടെ മമ്മിയുടെ കള്ളക്കഥ ഞാൻ വിശ്വസിച്ചുവെന്ന് എന്നൊക്കെ പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പെണ്ണുകാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് പോകുവാനായി ഇറങ്ങിയ സമയം തന്നെ സ്റ്റെഫിയുടെ മമ്മിയാണെങ്കിൽ ചെറിയ പ്രശ്നമുണ്ടാക്കും. എന്തെന്നാൽ മമ്മിയുടെ ആത്മാവിന് അതൊന്നും ഒട്ടും ഇഷ്ടമല്ലാതെ ഇരിക്കുകയാണല്ലോ. മമ്മിയാണെങ്കിൽ അവിടെയുണ്ടായിരുന്ന ചായ ഗ്ലാസ് ഒക്കെ കാറ്റടിച്ച് തറയിലിട്ട് പൊട്ടിക്കുകയാണ്. അതേസമയം തന്നെ എന്തോ ശബ്ദം കേട്ട് പോയവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് സ്റ്റെഫി ആണെങ്കിൽ അറിയാതെ എന്റെ കയ്യിൽ നിന്നും കപ്പ് തറയിൽ വീണതാണെന്ന് പറഞ്ഞ് ആരും അറിയാതിരിക്കാൻ എങ്ങനെയെങ്കിലും ആ ഒരു പ്രശ്നം അവിടെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തതും. മമ്മിയുടെ ആ സ്വഭാവവും പ്രവൃത്തികളൊന്നും ഒട്ടും ഇഷ്ടമാകാത്ത ഫ്രാൻസിസ് ആണെങ്കിൽ മമ്മിയെ ഒരുപാട് വഴക്ക് പറയും. ഫ്രാൻസിസിനും ബോണിയുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവരുടെ വിവാഹവും കഴിയുകയാണ്. എന്നാൽ പള്ളിയിൽ വെച്ച് കെട്ടി നടക്കുന്ന സമയം തന്നെ പള്ളിയുടെ വാതിലാണെങ്കിൽ വലിയൊരു കാറ്റിൽ വന്നടയും. എല്ലാവരും കരുതിയത് കാറ്റടിച്ച് കഥ കടയുന്നു എന്നായിരുന്നു. പക്ഷേ അതല്ല എന്ന കാര്യം സ്റ്റെഫിക്കും ഫ്രാൻസിസിനും അറിയാമായിരുന്നു. കാരണം മമ്മിക്ക് ആ വിവാഹം ഒട്ടും ഇഷ്ടമേയല്ല. അങ്ങനെ ബോണി വിവാഹം കഴിഞ്ഞ് സ്റ്റെഫിയെയും കൂട്ടി വീട്ടിലേക്ക് വരും. വീട്ടിൽ വരുന്ന സമയത്തെല്ലാം ബോണിയുടെ വീട്ടിലെ പട്ടികളൊക്കെ വല്ലാതെ ഓരിയിടുകയും കുരയ്ക്കുകയും ഒക്കെ ചെയ്തു. അതെല്ലാം കാണുന്ന സ്റ്റെഫിക്കാണെങ്കിൽ ആകെ ടെൻഷനാകും. മാത്രമല്ല പട്ടിയൊക്കെ വല്ലാതെ രീതിയിൽ കുരയ്ക്കുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളെല്ലാം സ്റ്റെഫിയെ വല്ലാതെ നോക്കും. സ്റ്റെഫിക്കാണെങ്കിൽ അതൊന്നും സഹിക്കാനാകാതെ മമ്മി ഒന്ന് നിർത്തും മമ്മി എന്ന് പറയുന്ന സമയത്തായിരുന്നു പട്ടിയുടെ കുരച്ചിലെല്ലാം നിന്നതും. അങ്ങനെ അവർ അകത്തേക്കും പ്രവേശിച്ചു. അന്ന് രാത്രി രണ്ടുപേരുടെയും ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. ബോണിയാണെങ്കിൽ റൂമിലേക്ക് വന്ന സമയം സ്റ്റെഫി പറയും, എന്റെ മമ്മി പറഞ്ഞത് പഠിത്തമൊക്കെ കഴിഞ്ഞ് മതി കുട്ടികളെന്നാണെന്ന്. എന്നാൽ അതെല്ലാം കേൾക്കുന്ന ബോണിയാണെങ്കിൽ ഇവളുടെ അമ്മയുടെ ഈ പ്രേതകഥ ഇതുവരെ നിർത്തിയില്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കും. എന്നാൽ അതൊന്നും കേൾക്കാത്ത ബോണിയാണെങ്കിൽ അവളെ ബലമായി പിടിച്ച് കിസ് ചെയ്യാനായി വരുന്ന സമയം തന്നെ സ്റ്റെഫിയുടെ അമ്മയുടെ ആത്മാവ് അവിടേക്ക് വരും. ബോണിയെ തൂക്കിയെടുത്ത് രണ്ടാമത്തെ നിലയിൽ നിന്നും താഴേക്ക് എറിയുകയാണ്. ഒരു ഗ്ലാസും പൊട്ടിച്ച് അവൻ താഴേക്ക് വീഴും. സ്റ്റെഫിയാണ് തന്നെ താഴേക്ക് വലിച്ചെറിഞ്ഞെന്ന ദേഷ്യത്തിൽ ബോണി റൂമിലേക്ക് വരുന്ന സമയത്ത് അവനൊരു കാഴ്ച കണ്ട് ഞെട്ടി. എന്തെന്നാൽ സ്റ്റെഫിയാണെങ്കിൽ തന്റെ മമ്മിയുടെ ആത്മാവിനോട് സംസാരിക്കുകയാണ്. മമ്മി എന്തായി കാണിക്കുന്നത്? ബോണി എന്റെ ഭർത്താവാണ്, അവനോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഞാൻ ബോണിയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ സ്റ്റെഫി പറയും. അതെല്ലാം കണ്ട് ബോണിയുടെ ബോധം പോകും. സ്റ്റെഫി പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന കാര്യം ബോണിക്ക് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ ഉറക്കമുണർന്ന ബോണിയാണെങ്കിൽ നേരെ പോയി ഡേവിസിനോട് അന്നേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം പറയും. എടാ, അവൾ പറഞ്ഞതെല്ലാം സത്യമാടാ, അമ്മയുടെ ആത്മാവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുന്ന സമയത്ത് ഡേവിസ് അതെല്ലാം കേട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നതും.
ബോണി ആകെ പേടിച്ച മട്ടാണ്. സ്റ്റെഫിയോട് പോലും മിണ്ടുവാൻ ബോണിക്ക് പേടിയായി തുടങ്ങി. സ്റ്റെഫി ബോണിക്കടുത്ത് എത്തിയിട്ട്, ഇന്നലെ നടന്നതിനെല്ലാം മമ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുക. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ബോണിയെ സ്റ്റെഫി തന്റെ വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടു പോകുന്നു. വീട്ടിലെത്തിയ ബോണിയെ പപ്പയ്ക്ക് ബോണിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് സ്റ്റെഫി ഫ്രാൻസിസിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഫ്രാൻസിസ് പറയും, എല്ലാ കാര്യവും ബോണിയോട് മോള് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇവിടെ മമ്മിക്ക് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെയുണ്ട്, അതവൾ പറഞ്ഞു തരുമെന്നും പറയും. മമ്മിയുടെ റൂൾസ് എന്തൊക്കെയാണെന്ന് സ്റ്റെഫി ബോണിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആദ്യത്തെ റൂൾസ് എന്തെന്നാൽ, ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ 6 സെക്കൻഡിൽ കൂടുതൽ ആ ഡോർ തുറന്നു വെക്കുവാനായും പാടില്ല. പിന്നെ ബാത്റൂമിൽ ഒരു ചെപ്പൽ ഉപയോഗിക്കും, അത് ബാക്കിയുള്ള റൂമിലൊന്നും ഉപയോഗിക്കുവാനായും പാടില്ല. ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യ സ്ഥലത്ത് തന്നെ വെക്കണം. പിന്നെയുള്ളത്, കുളിച്ചു കഴിഞ്ഞാൽ നനഞ്ഞ ടവല് ബെഡിൽ ഇടുവാനായും പാടില്ല. അങ്ങനെ കുറെ വൃത്തിയുമായി സംബന്ധിച്ച കുറെ കാര്യങ്ങളായിരുന്നു. മമ്മിയുടെ റൂൾസുകളെല്ലാം കേട്ട് കഴിഞ്ഞ ബോണിയാണെങ്കിൽ, ഈ കുട്ടികളെയൊക്കെയായിരുന്നു മമ്മിയുടെ റൂൾസ് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കും. അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ശില്പം ബോണിക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കും. അവൻ ഒട്ടും അത് പ്രതീക്ഷിച്ചതേയില്ല. അവന് പേടിയാകുവാനായും തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം മമ്മിയുടെ ആത്മാവിനെ പേടിച്ചാണ് ബോണി ജീവിച്ചതും. ബോണിക്കാണെങ്കിലോ അത്രയും പെട്ടെന്നൊന്നും റൂൾസ് ഒന്നും പാലിക്കാനായും പറ്റുന്നില്ലല്ലോ. മനുഷ്യനല്ലേ, അവന് ഓരോ കാര്യങ്ങളും മറന്നു പോകുവാനായും തുടങ്ങി. കുളിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ടവല് കൊണ്ടുവന്ന് കട്ടിലിടും. അപ്പോഴേ മമ്മി അവനെ തല്ലും. അവനാണെങ്കിൽ വീണ്ടും പേടി. ബാത്റൂമിലിടുന്ന ചെപ്പലാണെങ്കിൽ ബാക്കിയുള്ള റൂമിലിട്ട് നടക്കും. അപ്പോഴും മമ്മി അവനെ തല്ലും. ഫ്രിഡ്ജിന്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ 6 സെക്കൻഡിൽ കൂടുതൽ ഡോറും തുറന്നു വെച്ചുകൊണ്ട് നിൽക്കും. അതിനും മമ്മി അവനെ തല്ലും. എന്ത് ചെയ്താലും അവന് തല്ല്. അവൻ അങ്ങനെ പേടിച്ച് വീട്ടിൽ ഹെൽമെറ്റ് ഇട്ട് നടക്കുവാനൊക്കെ തുടങ്ങി. മമ്മി അവനെ അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ്. ബോണി ഇങ്ങനെ അടി വാങ്ങി കൂട്ടുന്നതൊക്കെ കാണുന്ന സ്റ്റെഫി ആണെങ്കിൽ, എന്തിനാ ബോണി ഇങ്ങനെ കാണിക്കുന്നത്? മമ്മിയുടെ റൂൾസ് ഒക്കെ നിനക്കൊന്ന് പാലിച്ചൂടെ എന്നൊക്കെ പറയുമ്പോൾ പതിയെ ബോണിയാണെങ്കിൽ മമ്മിയുടെ റൂൾസ് എല്ലാം അംഗീകരിക്കുവാനായും തുടങ്ങി. മമ്മിയെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യുവാനായിട്ട് മമ്മിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും അവൻ ചെയ്യത്തേയില്ല. അങ്ങനെ അടിയുടെ എണ്ണം ദിവസം ചെല്ലുംതോറും കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. പിന്നെ അടി കിട്ടാത്ത ദിവസവുമായി. ബോണി വിചാരിച്ചു, മമ്മിയുടെ ദേഷ്യം മാറിക്കാണുമെന്ന് കരുതി ഒരിക്കൽ രാത്രിയാണെങ്കിൽ കിടന്നുറങ്ങുകയായിരുന്ന സ്റ്റെഫിയുടെ അടുത്ത് റൊമാൻസിനായി ചെല്ലും. മമ്മിക്കത് ഇഷ്ടമാകുമോ? റൊമാൻസിനെത്തിയ ബോണിയെ മമ്മി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അതോടുകൂടി ബോണിയുടെ ആ ഒരു ആഗ്രഹവും തീരുകയാണ്. അടുത്ത ദിവസം തന്നെ ജോഗിങ്ങിന് പോവുകയായിരുന്ന ബോണിയാണെങ്കിൽ ബോസിനെ കാണും. ബോസ് ആണെങ്കിൽ ഫ്രാൻസിസിനെയും സ്റ്റെഫിയെയും പറ്റി എന്തൊക്കെയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ബോണിയുടെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ട് ബോസ് പോകും. നിന്റെ ജീവൻ ആപത്താണ് എന്നായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. ഉടനെ തന്നെ ബോണിയാണെങ്കിൽ ബോസിനെ ഫോളോ ചെയ്ത് ബോസിന്റെ വീട്ടിലെത്തും. അപ്പോൾ ബോസ് പറയുന്നത്, ഞാൻ കുറെ നാളായിട്ട് ഇവരെ രണ്ടുപേരെയും പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. സ്റ്റെഫിയും ഫ്രാൻസിസും പണ്ട് ഷിംലയിലായിരുന്നല്ലോ, അവിടെ ഒരു ബാങ്ക് റോബറി കേസ് നടന്നിട്ടുണ്ട്. അത് മിക്കവാറും ഈ തന്തയും മോളും ആയിരിക്കും. എനിക്കവരെ നല്ല സംശയമുണ്ട്. അതിനുശേഷമായിരിക്കും അവർ ഈ നാട്ടിലോട്ട് വന്നിട്ടുണ്ടാവുക. അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. അവരെന്തൊക്കെയോ ആരോടോ സംസാരിക്കുന്നുമുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് കേട്ട് ബോണിയാണെങ്കിൽ, ഈ മണ്ടൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവനിട്ടൊരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ മറ്റൊരു വശത്ത് ഡേവിസിനോട് ബോണിയാണെങ്കിൽ സ്റ്റെഫിയുടെ മമ്മിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് സ്റ്റെഫിയുടെ കൂടെ ആത്മാവുള്ളത് സത്യമാണോ എന്നറിയാനായിട്ട് അവരുടെ കൂട്ടുകാരനായ ബിച്ചുവിനെ കൊണ്ട് ഒരു കള്ളനെ പോലെ വേഷം കെട്ടിച്ച് സ്റ്റെഫിയുടെ ബാഗ് തട്ടിപ്പറിക്കുവാനായും പറഞ്ഞു. സ്റ്റെഫി ഒരു മാളിൽ നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ ബിച്ചുവാണെങ്കിൽ മുഖമൊക്കെ മറച്ച് സ്റ്റെഫിക്കടുത്തെത്തി അവളുടെ ബാഗും തട്ടിപ്പറിച്ച് ഓടുവാനായി നോക്കും. എന്നാൽ ബിച്ചുവിനാണെങ്കിൽ ഒരടി പോലും നടക്കാനായി പറ്റുന്നില്ല. അതിനു മുൻപായിട്ട് മമ്മി ബിച്ചുവിനെ പിടികൂടിയിരുന്നു. മമ്മിയുടെ ആത്മാവ് ബിച്ചുവിനെ അവിടെ ഇട്ട് കറക്കും. ബിച്ചു പരലോകം കണ്ടെന്ന് തന്നെ പറയാം. എന്നിട്ട് ബിച്ചു ബാഗും കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അത് കാണുന്ന ഡേവിസിനാണെങ്കിൽ നമ്മുടെ ബോണി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ബോണിയെ വിളിച്ച് ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ ബോണിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ബോസിനിട്ടൊരു പണി കൊടുക്കണമല്ലോ. ബോസിനെ ആരുമില്ലാത്ത സമയം നോക്കി വീട്ടിലേക്കും ക്ഷണിച്ചു. സ്റ്റെഫിയും ഫ്രാൻസിസും പള്ളിയിലേക്ക് പോയ സമയത്തായിരുന്നു ബോസിനെ ബോണി വീട്ടിലേക്ക് വിളിച്ചതും. ബോസ് വീട്ടിലേക്ക് എത്തിയതും ചെരിപ്പിട്ടുകൊണ്ട് തന്നെ ബോണി അവനെ അകത്തേക്ക് കയറ്റും. ബോണിക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാലോ, മനഃപൂർവ്വം തന്നെ ചെയ്യിച്ചതാണ്. അപ്പോഴേക്കും മമ്മിയുടെ ആത്മാവിന് ദേഷ്യമായി. എന്നാൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ബോസ് പറക്കിയിറക്കി നോക്കുകയും അതൊക്കെ മാറ്റിയും തിരിച്ചു വെക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അതെല്ലാം കാണുന്ന മമ്മിയുടെ ആത്മാവാണെങ്കിൽ ദേഷ്യം വന്ന് ബോസിനെ അവിടെ ഇട്ട് തല്ലും. ബോസ് അവിടെ നിന്നും ജീവനും കൊണ്ടോടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ ബോണിയുടെ സഹോദരി പ്രസവിക്കുന്നു. ഡേവിസിനും സഹോദരിക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. കുഞ്ഞിനെ കാണുവാനായിട്ട് ബോണിയും സ്റ്റെഫിയും ഒക്കെ ഹോസ്പിറ്റലിലെത്തി. കുഞ്ഞിനെ എടുക്കുന്ന സ്റ്റെഫിക്ക് ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹമുണ്ടായി. സ്റ്റെഫിക്ക് തന്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹം ബോണിയോടും പറയും.
ബോണിക്ക് 100% താല്പര്യമാണ്. പക്ഷേ എങ്ങനെ നടക്കും? മമ്മി സമ്മതിക്കത്തില്ലല്ലോ. അപ്പോൾ സ്റ്റെഫി ആണെങ്കിൽ ഒരു ഐഡിയ പറയും. ഷിംലയിലായിരുന്ന സമയത്ത് സ്റ്റെഫിക്ക് ഒരു പയ്യനെ ഇഷ്ടമായിരുന്നു. പക്ഷേ മമ്മിക്ക് അതിനൊട്ടും താല്പര്യമില്ല. അവനുമായിട്ട് എങ്ങനെയാണ് അവൾ പ്രണയിച്ചതെന്നാൽ മൊബൈൽ വഴി മെസ്സേജ് അയക്കുകയാണ് ചെയ്തിരുന്നതും. പക്ഷെ ആ ഒരു പ്രണയം ബ്രേക്കപ്പ് ആയി പോയി. അത് അധിക നാൾ നിന്നില്ല. ആ മെസ്സേജ് ഒന്നും മമ്മി കണ്ടുപിടിച്ചില്ല. മൊബൈൽ വഴി അയക്കുന്ന മെസ്സേജുകളൊന്നും മമ്മിക്ക് വായിക്കാനായി പറ്റത്തില്ല. അതൊന്നും മമ്മി മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് കുറച്ചു നാളെങ്കിലും അവർ പ്രണയിച്ചത്. അതുപോലെ നമുക്കും മൊബൈൽ വഴി മെസ്സേജ് അയച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടാളും മൊബൈൽ വഴി മെസ്സേജ് അയക്കുവാനായി തുടങ്ങി. അവർ രണ്ടുപേരും മെസ്സേജിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. എന്നിട്ട് സ്റ്റെഫി ആണെങ്കിൽ തന്റെ പഠിത്തം സംബന്ധിച്ച് 2 ദിവസം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകും. അതേപോലെ തന്നെ ബോണിയും തന്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. രണ്ടുപേരും പോയത് ഹണിമൂൺ ആഘോഷിക്കുവാനായിരുന്നു. റിസോർട്ടൊക്കെ എടുത്ത് അവിടെ അവർ അടിച്ചു പൊളിച്ച് ജീവിക്കും. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. സ്റ്റെഫി പ്രഗ്നന്റ് ആയിരിക്കുന്നു. പ്രഗ്നന്റ് ആയതിന്റെ റിപ്പോർട്ടാണെങ്കിൽ ബോണി വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഫ്രാൻസിസിനെയും കാണിക്കുകയാണ്. അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മമ്മിക്കാണെങ്കിൽ ദേഷ്യം വരും. ദേഷ്യം സഹിക്കാനാകാത്ത മമ്മിയാണെങ്കിൽ ആ റിപ്പോർട്ട് കത്തിച്ചും കളയുന്നു. ഇനി മമ്മിക്ക് അവരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനായി പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ബോണിയും സ്റ്റെഫിയും ഒരുമിച്ച് ഒരു റൂമിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അവർ രണ്ടുപേരും റൊമാൻസ് ചെയ്യുവാനായിട്ട് റൂമിലേക്ക് വന്ന സമയം തന്നെ ബിച്ചുവിന്റെ കോൾ വരും. കോൾ എടുത്തത് സ്റ്റെഫി ആയിരുന്നു. സ്പീക്കറിലിടും. ബിച്ചു പറഞ്ഞത്, നീയല്ലട പറഞ്ഞത് നിന്റെ ഭാര്യയുടെ കൂടെ ഒരു ആത്മാവുണ്ടെന്ന്. നിന്റെ ഭാര്യയുടെ കൂടെയുള്ള ആത്മാവ് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടതും സ്റ്റെഫിക്ക് ദേഷ്യം വരും. സ്റ്റെഫി ആണെങ്കിൽ ബോണിയോട് ചോദിക്കും, എന്റെ മമ്മിയുടെ കാര്യം നീ എല്ലാവരോടും പറഞ്ഞുവല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ആരോടും പറയരുതെന്ന്? നീ അത് കേട്ടില്ല അല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന സ്റ്റെഫി ആണെങ്കിൽ അവിടെ നിന്ന് മമ്മിയോട് ഉറക്കി വിളിച്ച് പറയും, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് ചുമ്മാതെയാണ്, ഇത് ഇവൻ പ്ലാൻ ചെയ്തതാണ് എന്നൊക്കെ എനിക്കൊന്നും അറിയില്ല എന്നും അവൾ പറയും. ഉടനെ തന്നെ മമ്മിയുടെ ആത്മാവ് അവിടേക്കെത്തി ബോണിയെ അടിച്ച് ദൂരെ എറിയുകയാണ് ചെയ്തത്. പക്ഷെ അവർ രണ്ടുപേരും ചേർന്നാണ് അത് പ്ലാൻ ചെയ്തത്. എന്നാൽ അവസാന നിമിഷം സ്റ്റെഫി ആണെങ്കിൽ ബോണിയാണ് അതിനെല്ലാം കാരണമെന്ന് പറഞ്ഞു കൊടുത്തതിനാൽ മമ്മിക്ക് ദേഷ്യം വന്നാണ് ബോണിയെ തല്ലിയതും. ആ സങ്കടം സഹിക്കാനാകാത്ത ബോണിയാണെങ്കിൽ ഫ്രാൻസിസിനെയും കൊണ്ട് ബാറിൽ പോയിരുന്ന് മദ്യപിക്കും. മമ്മിയുടെ ഈ സ്വഭാവമൊന്നും ഫ്രാൻസിസിനൊട്ടും ഇഷ്ടമേ അല്ല. കാരണം മമ്മിയുടെ ഇങ്ങനത്തെ സ്വഭാവമെല്ലാം ഫ്രാൻസിസും ഒരുപാട് വർഷങ്ങളായി സഹിക്കുകയാണ്. ഫ്രാൻസിസും എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്താലും മമ്മി അപ്പോഴേ ഫ്രാൻസിസിനെ തല്ലാറാണ് പതിവും. അതൊന്നും ഫ്രാൻസിസിന് സഹിക്കുന്നതുമില്ല. മരുമോനൊപ്പം പോയിരുന്ന് മദ്യപിച്ചതിനു ശേഷം ഫ്രാൻസിസും വീട്ടിലെത്തും. രണ്ടാളും വീട്ടിലേക്ക് മദ്യപിച്ചാണ് എത്തിയതും. ബോണിയാണെങ്കിൽ ഫ്രാൻസിസിനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. അതിനുശേഷം ബോണി നേരെ വന്നത് ഹാളിലേക്കായിരുന്നു. എന്നിട്ട് മമ്മിയെ വെല്ലുവിളിക്കും പോലെ തന്നെ ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് ഹാളിൽ തന്നെ അവൻ കിടന്നുറങ്ങും. അവന്റെ കയ്യിൽ മദ്യക്കുപ്പിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. മമ്മി ദേഷ്യം വന്ന് അവനെ കൊല്ലുവാനായും ശ്രമിക്കും. അതേസമയം തന്നെയായിരുന്നു സ്റ്റെഫി ഡോർ തുറന്ന് പുറത്തേക്ക് വന്നതും. ആ കാഴ്ച കണ്ട് സ്റ്റെഫി ആണെങ്കിൽ മമ്മി എന്ന് ഉറക്കെ വിളിക്കും. സ്റ്റെഫി വന്നതിനാൽ തലനാടിരിക്കാണ് ബോണി രക്ഷപ്പെട്ടതും. സ്റ്റെഫിക്ക് അതൊന്നും സഹിക്കാനാകുന്നില്ല. ബോണിയുടെ അവസ്ഥ കണ്ട് അവൻ അടുത്തിരുന്ന് അവൾ ഒരുപാട് കരയും. മമ്മിയുടെ ആ പ്രവൃത്തികൾ ഉറപ്പായിട്ടും ബോണിയുടെ ജീവൻ ആപത്താകുമെന്ന് സ്റ്റെഫിക്ക് മനസ്സിലായി തുടങ്ങി. സ്റ്റെഫിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ബോസിനെന്ന് മനസ്സിലായിരുന്നല്ലോ. ബോസിനെ കാണുവാനായിട്ട് ബോണിയും എത്തും. ബോസിനോട് ഇതിനൊരു പരിഹാരമൊക്കെ ബോണി ചോദിക്കുന്നുമുണ്ട്. ഇനി എന്ത് ചെയ്യും? മമ്മിയുടെ ആത്മാവിനെ എങ്ങനെയും ഒതുക്കണമെന്ന് ബോണിക്ക് വാശിയായി. കുറച്ചൊന്ന് ആലോചിച്ച ശേഷം ബോസ് ആണെങ്കിൽ ബോണിയെയും കൂട്ടുകാരനായ ഡേവിസിനെയും കൂട്ടി കഞ്ചമ്മയ്ക്ക് അടുത്തേക്കാണ് പോകുന്നത്. ഈ കഞ്ചമ്മ ആത്മാക്കളെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. ആത്മാക്കളെ ഒതുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കഞ്ചമ്മയായിരുന്നു. എന്നാൽ വർഷങ്ങളായിട്ട് കഞ്ചമ്മ ഇപ്പോൾ അതൊന്നും ചെയ്യാത്തതിനാൽ തനിക്കത്ര ശക്തിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെന്ന കാര്യം കഞ്ചമ്മ അവരോട് പറയും. കഞ്ചമ്മ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ ബോസ് ആണെങ്കിൽ എങ്ങനെയും കഞ്ചമ്മയെ നിർബന്ധിക്കും. പക്ഷേ കഞ്ചമ്മയ്ക്ക് പഴയ പവർ ഒന്നുമില്ലാത്തതിനാൽ മമ്മിയെ പിടിച്ചു കിട്ടുന്നതിന് കഞ്ചമ്മ കൂട്ടു നിൽക്കത്തില്ല. കാരണം കഞ്ചമ്മയെ കൊണ്ട് പറ്റത്തില്ല. പഴയ ഒരു ശക്തിയൊന്നും ഇപ്പോൾ ഇല്ല. എന്നാൽ കഞ്ചമ്മ ഒരു കാര്യം ബോണിയോട് പറയും, നിന്റെ ജീവൻ ആപത്താണ്, നീ സൂക്ഷിക്കണം. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആത്മാവാണ് നിന്റെ ഭാര്യയോടൊപ്പം നിൽക്കുന്നത്. മനുഷ്യനായിട്ട് കൂടെ നിന്ന് മകളെ വളർത്താൻ പറ്റാത്തതിനാലാണ് ആത്മാവായിട്ട് ഇപ്പോൾ കൂടെ നിൽക്കുന്നത്. അവൾക്ക് എന്ത് സംഭവിച്ചാലും ആ അമ്മയ്ക്ക് താങ്ങാനാകത്തില്ല. അത്രയും ശക്തിയുള്ളതാണ് ആ ഒരു ആത്മാവെന്നും പറയും. എന്നാൽ അതെല്ലാം കേൾക്കുന്നതും ബോണിക്കൊക്കെ ആകെ പേടിയാവുകയാണ്. എന്നാൽ വീട്ടിലെത്തി ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ബോണി. മമ്മിയുടെ ആത്മാവ് അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടല്ലോ. ആത്മാവാണെങ്കിൽ ഒരു കത്തിയെടുത്ത് ബോണിയുടെ കഴുത്തിന് നേരെ വരികയാണ്. പക്ഷെ അത് ഭാഗ്യത്തിന് കണ്ടത് സ്റ്റെഫി ആയിരുന്നു. സ്റ്റെഫി ഉറക്കെ തന്നെ മമ്മി എന്ന് വിളിക്കും. ബോണി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തന്റെ കഴുത്തിന് നേരെ വന്ന് നിൽക്കുന്ന കത്തിയാണ്. ബോണിക്ക് കഞ്ചമ്മ പറഞ്ഞ കാര്യം സത്യമാണെന്ന് മനസ്സിലായി. തന്റെ ജീവൻ ആപത്താണെന്ന്.
എന്നാൽ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയ സ്റ്റെഫി ആണെങ്കിൽ മമ്മിയെ ഒരുപാട് വഴക്ക് പറയും. മമ്മി എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് മടുത്തു. 22 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുകയാണ്. മമ്മി മരിച്ചു പോയ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും അതുപോലെ ഞാൻ വിഷമിക്കുകയാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. എന്ത് സ്ട്രിക്റ്റാ മമ്മി. എന്റെ കൂട്ടുകാർക്ക് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥയില്ല. മമ്മിക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്താൽ അപ്പോഴും മമ്മി ഞങ്ങളെ ഉപദ്രവിക്കും. എന്താ ഇത്? എനിക്ക് ഇങ്ങനെ ഒരു മമ്മി ഇല്ലാതിരിക്കുന്നതാ നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കരയും. മമ്മിയുടെ ആത്മാവിനും അത് താങ്ങാനായി പറ്റിയില്ല. അതെല്ലാം ഫ്രാൻസിസും കേൾക്കുന്നുണ്ട്, ബോണിയും ശ്രദ്ധിക്കുന്നുണ്ട്. താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് കരുതിയ ബോണിയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാനായും തീരുമാനിച്ച് തന്റെ വീട്ടിലേക്കും വരും. രണ്ടുപേരും പരസ്പരം പിരിഞ്ഞു താമസിക്കുകയാണ്. രണ്ടുപേർക്കും ആ ഒരു വേദന താങ്ങാനായും പറ്റുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഫ്രാൻസിസിനെയും സ്റ്റെഫിയെയും കാണുവാനായിട്ട് ബോണിയും ഡേവിസും എത്തും. അപ്പോൾ ഡേവിസ് പറയും, എന്തായാലും ഈ ഒരു ബന്ധം മുന്നോട്ട് പോകില്ല, ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് തന്നെ സ്റ്റെഫി ആകെ ഷോക്കാകും. കാരണം സ്റ്റെഫിയും ബോണിയും നല്ല പ്രണയത്തിലായിരുന്നു. എന്നാൽ ബോണി പറയുന്നത്, അതൊന്നും വേണ്ട, ഞാനൊരു ശമ്പാല എന്ന് പറഞ്ഞ ഒരാളിനെ കണ്ടിരുന്നു. ഇങ്ങോട്ടാണ് ഞങ്ങളെ തിരക്കി വന്നത്. ഷിംലയിൽ നിന്ന് വന്നതാണ്. മമ്മിയുടെ ആത്മാവിന്റെ കാര്യമൊക്കെ അറിയാം. മമ്മിയുടെ ആത്മാവിനെ അവർ പിടിച്ചു കെട്ടുമെന്നാണ് പറയുന്നത്. എന്ത് തീരുമാനിച്ചു? നമുക്ക് ഓക്കെ പറഞ്ഞാലോ എന്ന് ചോദിക്കും. അതെങ്ങനെയെന്നാൽ ഒരിക്കൽ ബോണിയും കൂട്ടുകാരനും വഴിയിൽ നിന്ന സമയത്തായിരുന്നു ശമ്പാലയുടെ ആളുകൾ അവിടേക്ക് വന്നതും ആ കാര്യമൊക്കെ ബോണിയോട് പറഞ്ഞതും. അവർക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതെന്ന് ബോണിക്കൊന്നും മനസ്സിലാകുന്നതേയില്ല. എന്നാൽ ബോണിയുടെയും സ്റ്റെഫിയുടെയും നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് ഫ്രാൻസിസും അതിന് സമ്മതിക്കും. എന്നിട്ട് ബോസിനൊപ്പം ചേർന്ന് കഞ്ചമ്മയെ കാണുവാനായിട്ട് ബോണിയും ഡേവിസും എത്തുകയാണ്. എന്നിട്ട് പറയും, മമ്മിയുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് വരുന്നത് ശമ്പാലകളാണ്. അത് കേട്ടതും കഞ്ചമ്മ ഒന്ന് ഞെട്ടും. ശമ്പാലകളോ? അവർ വളരെ മോശമായിട്ടുള്ള ആളുകളാണ്. അവർ ഈ ലോകത്തുള്ള എല്ലാ ആത്മാക്കളെയും പിടിച്ചു കെട്ടണമെന്നാണ് അവരുടെ ആഗ്രഹം. അവരുടെ കൈവശം അങ്ങനെ ഒരുപാട് ആത്മാക്കളുണ്ട്. നല്ല ആത്മാക്കളെ എല്ലാം കൊണ്ടുപോയിട്ട് അവർ ക്രൂരമായിട്ടുള്ള ആത്മാക്കളാക്കി മാറ്റി അവരുടെ ആവശ്യത്തിനായി ഉപയോഗിക്കും. ഈ ലോകമെല്ലാം ആ ഒരു ആത്മാക്കളെ കൊണ്ട് നേടിയെടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അവർക്കൊരു നേതാവുമുണ്ട്. ആ നേതാവ് പറയുന്നതനുസരിച്ച് അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു തലവനും കാണും. അവരാണിതെല്ലാം അനുസരിക്കുന്നത്. എന്നാൽ ഇവർ കൊണ്ടുപോകുന്ന ആത്മാക്കൾ എന്തുമാത്രം അനുഭവിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവർ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രൂരതകളാണ് അവർ ശമ്പാലകളുടെ കയ്യിൽ നിന്നും അനുഭവിക്കുന്നത്. പിന്നീട് നല്ല ആത്മാക്കളെ അവർ മോശമാക്കി മാറ്റുമെന്നും കഞ്ചമ്മ പറയും. അതെല്ലാം കേട്ട് ബോണിക്ക് ആകെ വിഷമം. മമ്മിയെ ദ്രോഹിക്കണമെന്നൊന്നും എനിക്കൊരു ആഗ്രഹവുമില്ല. ഇതിൽ നിന്ന് മമ്മിയെ രക്ഷിക്കാനാകുമോ എന്ന് കഞ്ചമ്മയോട് ബോണി ചോദിക്കും. എന്നാൽ കഞ്ചമ്മയ്ക്ക് പഴയ ശക്തിയൊന്നുമില്ലാത്തതിനാൽ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഞ്ചമ്മയ്ക്ക് ആകില്ലെന്ന് തന്നെ കഞ്ചമ്മ പറയും. അങ്ങനെ ഇരിക്കെ ശമ്പാലയുടെ ആളുകളാണെങ്കിൽ സ്റ്റെഫിയുടെ വീട്ടിലേക്ക് വരികയാണ്. നേതാവും കൂടെയുണ്ട്. സ്റ്റെഫിയോടും ഫ്രാൻസിസിനോടും പറയും, മമ്മിയുടെ ആത്മാവിനെ പറ്റി ഞങ്ങൾക്ക് നന്നായി അറിയാം. മമ്മിയുടെ ആത്മാവിനെ പിടികൂടണമെങ്കിൽ ഒരേ ഒരു വഴിയുണ്ട്. എന്തെന്നാൽ മമ്മിയുടെ ഓർമ്മകൾ സംബന്ധിച്ച എല്ലാ കാര്യവും, അത് സ്റ്റെഫി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായാലും മമ്മി കൈവശം വെച്ചിരുന്നതായാലും എല്ലാ സാധനങ്ങളും ഞങ്ങളെ ഏൽപ്പിക്കണം. അത് കരിച്ചു കളഞ്ഞാൽ മാത്രമേ മമ്മിയെ ഞങ്ങൾക്ക് പിടികൂടാനാകൂവെന്നും അവർ പറയും. അങ്ങനെ സ്റ്റെഫിയും ഫ്രാൻസിസും അതിന് സമ്മതിക്കും. ആ വീട്ടിൽ മമ്മിയുടെ ഒരു മുറിയുണ്ട്. ആ മുറിക്കുള്ളിലാണ് മമ്മിയുടെ എല്ലാ സാധനങ്ങളും സ്റ്റെഫിയും ഫ്രാൻസിസും സൂക്ഷിച്ചു വെച്ചിരുന്നത്. ആദ്യമേ തന്നെ വിവാഹം കഴിഞ്ഞെത്തിയിരുന്ന സമയം ബോണിയോട് പറഞ്ഞിട്ടുണ്ട്, എന്നെങ്കിലും ഈ മുറി ഞാൻ തുറന്നു കാണിക്കും, അത് മമ്മി അനുവദിച്ചാൽ മാത്രമേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെഫി ആ മുറി തുറന്ന് അകത്തേക്ക് കയറും. കൂടെ ബോണിയും വാതിൽക്കൽ വരെ വന്ന് നിൽക്കുകയാണ്. ബോണിയെ മമ്മി സമ്മതിച്ചാലല്ലേ റൂമിൽ കയറ്റൂ. പക്ഷെ മമ്മിയാണെങ്കിൽ ബോണിക്ക് മുന്നിലേക്ക് ആ വാതിൽ പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നു. മമ്മി അവനെ റൂമിൽ കയറാൻ സമ്മതിച്ചു എന്നുള്ളതിന്റെ സൂചനയായിരുന്നു അത്. അതെല്ലാം കാണുന്ന ബോണിക്ക് ആകെ സങ്കടമായി. മമ്മിയെ താൻ ദ്രോഹിക്കുകയാണല്ലോ എന്നുള്ള തോന്നൽ അവനുണ്ടായി തുടങ്ങി. ആ റൂമിൽ മുഴുവൻ മമ്മിയുടെ സാധനങ്ങളായിരുന്നു. അതിൽ കൂടുതലും സ്റ്റെഫി കുഞ്ഞിലെ ഉപയോഗിച്ചിരുന്ന സ്റ്റെഫിയുടെ സാധനങ്ങളായിരുന്നു. മമ്മി ഒരു ഡയറിയിൽ സ്റ്റെഫിയെ പറ്റി എഴുതി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് വേദനയോടെയാണ് സ്റ്റെഫി അത് വായിക്കുന്നതും. ആ ഡയറി കെട്ടിപ്പിടിച്ച് അവൾ ഒരുപാട് കരയും. ആ കാഴ്ചകളെല്ലാം കണ്ട് ബോണിയുടെ കണ്ണ് നിറയുന്നു. അന്നേ ദിവസം തന്നെ കുടിച്ചിട്ട് വീട്ടിലേക്ക് എത്തിയ ഫ്രാൻസിസ് ആണെങ്കിൽ മമ്മിയുടെ ആത്മാവിനോട്, നീ ഇവിടെ നിന്ന് പോകണം, നമ്മുടെ മകളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് നീ പോയേ പറ്റൂ എന്നും പറയും. ഫ്രാൻസിസും ഹൃദയം പൊട്ടിയാണ് അതെല്ലാം പറഞ്ഞത്. കാരണം 22 വർഷമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഫ്രാൻസിസിന്റെ ഭാര്യയുടെയും സ്റ്റെഫിയുടെ മമ്മിയുടെയും ആത്മാവായിരുന്നല്ലോ. എങ്ങനെയാ അവർക്ക് വിട്ടുകൊടുക്കാൻ മനസ്സ് വരിക? മനസ്സില്ലാ മനസ്സോടെ അവൻ അതിനെല്ലാം തയ്യാറായി. അങ്ങനെ ശമ്പാല ആത്മാവിനെ പിടിച്ചു കെട്ടുന്ന ദിവസം എത്തി. അവർ പറഞ്ഞ അവരുടെ താവളത്തിലേക്ക് സ്റ്റെഫിയും ബോണിയും ഫ്രാൻസിസും പിന്നെ ബോസും അവരുടെ കൂട്ടുകാരനായ ഡേവിസും എല്ലാവരും എത്തുന്നുണ്ട്. മമ്മിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അവർ ശമ്പാലയെ ഏൽപ്പിക്കും.
ശമ്പാലയുടെ ആളുകളാണെങ്കിൽ അതെല്ലാം തീയിലിട്ട് കത്തിച്ചു കളയുന്നുമുണ്ട്. എന്നിട്ടും മമ്മിയുടെ ആത്മാവാണെങ്കിൽ അവിടേക്ക് വരുന്നതേയില്ല. അവർക്ക് ആത്മാവിനെ പിടിക്കുവാനായും പറ്റുന്നില്ല. അതേസമയം തന്നെ ആത്മാവിനെ വരുത്തുവാനായിട്ട് അവരൊരു ഐഡിയ ചെയ്യും. എന്തെന്നാൽ സ്റ്റെഫിയെ ദ്രോഹിക്കുക. എങ്കിൽ മാത്രമേ മമ്മിയുടെ ആത്മാവ് അവിടെ വരൂ. സ്റ്റെഫിയെ ശമ്പാല തന്റെ വരുതിയിലാക്കി മന്ത്രം ഉപയോഗിച്ച് തന്റെ സൈഡിലേക്ക് കൊണ്ടുവരും. അതെല്ലാം കാണുന്ന ബോണിയാണെങ്കിൽ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ, ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, അവളെ എന്തിനാ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശമ്പാലയുടെ ആളുകളാണെങ്കിൽ സ്റ്റെഫിയെയും അച്ഛനെയും കൂട്ടുകാരനെയും ബോസിനെയും എല്ലാവരെയും തടയുകയാണ് ചെയ്തതും. എന്നിട്ട് സ്റ്റെഫിയെ കൊല്ലുവാനായി ശ്രമിക്കും. അവളെ ഉയർത്തി നിർത്തുകയാണ്. എന്നാൽ അതേ സമയം തന്നെ മമ്മിയുടെ ആത്മാവും അവിടേക്ക് വരും. മമ്മിയുടെ ആത്മാവിന് അവരെ ഒന്നും ചെയ്യാനായി പറ്റുന്നില്ല. ആകെയുള്ള ഒരേ ഒരു വഴി ആരുടെയെങ്കിലും ദേഹത്ത് കയറുക. അത് തന്നെ. മമ്മിയുടെ ആത്മാവ് നേരെ ബോണിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ബോണിയാണെങ്കിൽ ആ ശക്തി കൂടി അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കുകയാണ്. എല്ലാവരെയും ബോണി തല്ലും. എന്നാൽ അവരുടെ ശക്തിക്ക് മുന്നിൽ അവസാനം ബോണിയും തളരുമെന്നായ സമയം തന്നെയായിരുന്നു ഒരാൾ അവിടേക്ക് വരുന്നതും. ആരാണ്? നമ്മുടെ കഞ്ചമ തന്നെ. കഞ്ചമ ഒരു മാന്ത്രിക ദണ്ഡുമായിട്ടാണ് എത്തിയത്. വർഷങ്ങളായിട്ട് അതിന്റെ പവർ ഉപയോഗിക്കാതെ വെച്ചിരുന്നതിനാൽ കഞ്ചമ ഇപ്പോൾ അതെല്ലാം പൊടി തട്ടിയെടുത്തു. അങ്ങനെ ആ ഒരു ദണ്ഡ് കൊണ്ടുവന്ന് അവരുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കും. ശമ്പാല കുറച്ച് നെഗറ്റീവ് ആത്മാക്കളെ അവിടേക്ക് തുറന്നുവിടുകയാണ്. കഞ്ചമ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ചും മമ്മി ബോണിയുടെ ദേഹത്ത് കയറി ആ ശക്തി ഉപയോഗിച്ചും എങ്ങനെയും ആ നെഗറ്റീവ് ആത്മാക്കളെയൊക്കെ അവർ നേരിടും. ബോണിയുടെ ദേഹത്ത് കയറിയ മമ്മിയുടെ ആത്മാവും ശമ്പാലയും തമ്മിൽ ഫൈറ്റ് നടക്കും. ആ ഫൈറ്റിനൊടുവിൽ ശമ്പാല തോൽക്കുമെന്നായി. അങ്ങനെ അവരാണെങ്കിൽ സ്റ്റെഫിയെ വെറുതെ വിട്ടു. സ്റ്റെഫി താഴേക്ക് വന്നതും ബോണിയാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ബോണിയുടെ ദേഹത്ത് നിന്നും പുറത്തു വന്ന മമ്മിയുടെ ആത്മാവിന് അവരുടെ രണ്ടുപേരുടെയും സ്നേഹം മനസ്സിലായി. അവർ രണ്ടുപേരും എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് മമ്മിക്ക് മനസ്സിലായി. എങ്ങനെയും ഇവരെ ശമ്പാലയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്നും മമ്മി തീരുമാനിക്കും. അങ്ങനെ മമ്മിയുടെ ആത്മാവിന്റെ ശക്തിയും ശമ്പാലയുടെ ശക്തിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ശമ്പാല തന്നെ തോറ്റുപോവുകയാണ്. അതോടുകൂടി ശമ്പാലയുടെ ലോകത്തിലെ ശമ്പാലയുടെ ആ നേതാവ് സ്ഥാനം തന്നെ ശമ്പാലയ്ക്ക് നഷ്ടമാകുന്നു. എന്നാൽ ശമ്പാലയ്ക്ക് മുകളിലുള്ള അവരുടെ നേതാവാണെങ്കിൽ മമ്മിയുടെ ആത്മാവിനെ തളയ്ക്കുമെന്നായപ്പോൾ കഞ്ചമ്മയുടെ ശക്തിയോടൊപ്പം ചേർന്ന് അതും അവിടെ നിന്നും ഇല്ലാതായി. മമ്മിയുടെ ആത്മാവാണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ്. സ്റ്റെഫി ഒരുപാട് മമ്മിയെ വിളിച്ച് കരയും. മമ്മിയുടെ ആത്മാവ് അവരുടെ ആ ഒരു ബന്ധത്തിന് സമ്മതിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. സ്റ്റെഫിയും ബോണിയും എല്ലാം കെട്ടിപ്പിടിച്ച് കരയുന്നുമുണ്ട്. എന്നാൽ മമ്മിയുടെ ആത്മാവിനെ പിടികൂടുവാനായിട്ടാണെങ്കിൽ ശമ്പാലയുടെ നേതാവാണെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ആത്മാവിനെയും പറഞ്ഞു വിടുന്നുണ്ട്. എങ്ങനെയും മമ്മിയുടെ ആത്മാവിനെ പിടികൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ആ ആത്മാവിനെ വിടുന്നതും. മമ്മിയുടെ ആത്മാവിനെ നീച ആത്മാവ് വേട്ടയാടി പിടികൂടുവാനായി പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ബോണിയും സ്റ്റെഫിയും പുതുതായി അവരുടെ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.